ചിലർ ക്രെഡിറ്റ് കാർഡിനെ പേടിക്കുന്നു, ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന വലിയ പാവമാണെന്നൊക്കെ അവിടെ ചിന്തിക്കുന്നില്ലേ. പക്ഷെ ക്രെഡിറ്റ് കാർഡ് നല്ല വൈസായിട്ട് യൂസ് ചെയ്ത് അത് വെച്ച് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് പറയില്ലേ, ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജിങ് റേറ്റ്. ഒരു കാറ് വാങ്ങിയിട്ട് 100 km/h ഓടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അതിനേക്കാളും വലിയ ലൈഫ് റിസ്ക് നിങ്ങൾ എടുക്കുന്നതിൽ വേറൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാം, അതിൻ്റെ പേരിലാണ് യുവർ റണ്ണിങ് അറ്റ് 100 km/h. ഇത് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത്. ആ പണി അറിയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം യു ആർ ഗെറ്റിംഗ് 45 days ഫ്രീ ക്രെഡിറ്റ്. നിങ്ങൾക്കത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് എമർജൻസി ഫണ്ട്. പിന്നെ അത് കൂട്ടി നിങ്ങൾക്ക് കുറേ സാധനങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും. ചെറുത് ഒരു ബ്രെഡ് വിനർക്കൊക്കെ ഒരു വർഷത്തിൽ വാങ്ങാൻ 2 ഷർട്ട് വാങ്ങാനുള്ള റിവാർഡ് പോയിന്റെങ്കിൽ അതിന് ഫ്രീ കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ മണി മാനേജ്മെന്റ് ഇഫ് യു ആർ യൂസിങ് ഇറ്റ് വൈസ്ലി. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ് ക്രെഡിറ്റ് കാർഡിലുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ പെട്ടുപോകും. ക്രെഡിറ്റ് കാർഡ് ഇസ് ലൈക്ക് എ ടെംപ്റ്റിംഗ് ബിസിനസ്. ബാങ്കിന് കൃത്യമായിട്ട് അറിയാം 50 ദിവസം പൈസ ഫ്രീ ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത്. ദാറ്റ്സ് എ ബിഗ് ലോസ് ഫോർ ദം ഐഡിയലി സ്പീക്കിംഗ്. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഹ്യൂമൻ ബിഹേവിയർ. 50% പേരും അത് ഡീഫോൾട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്. ദാറ്റ് ഈസ് വെയർ ദേ മേക്ക് മണി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡ് വേണം, ആവാം. ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടുത്ത കാർഡിലേക്ക് ആക്കണതിലൊന്നും ഒട്ടും താല്പര്യമില്ല. വെച്ചാൽ ഒരു കാർഡിൽ നിന്ന് കാശ് എടുത്തിട്ട് അടുത്ത കാർഡിൽ പേയ്മെൻറ്റ് നടത്തേണ്ടത്, ദാറ്റ് ഡോണ്ട് ഡു ഇറ്റ്.